13-ാമത്തെ വയസ്സിൽ മൊബൈൽ വല്ലാത്തൊരു അഡിക്ഷനായി കാഴ്ചശക്തിക്കൊക്കെ പ്രശ്നം വരികയൊക്കെ ചെയ്ത സമയത്ത് ഈ വയസ്സിനിടയ്ക്ക് ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ അർഹനായിട്ടുള്ള കുട്ടിയാണ്. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ വന്നിട്ടുണ്ട്. ഏഷ്യ ആദ്യമായിട്ട് ഈ ഒരു മഹാത്ഭുത ഒരു പ്രോഗ്രാമിന് സാക്ഷ്യം വഹിക്കാൻ വേണ്ടി വന്ന എല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മോടൊപ്പം ഇന്നുള്ളത് മിസ്റ്റർ മാസ്റ്റർ അഫാൻ 12th സ്റ്റാൻഡേർഡിൽ മുംബൈയിൽ പഠിക്കുകയാണ്. ബേസിക്കലി മലയാളി തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഫാദറുണ്ട് ബിജുക്കുട്ടി, അഫാൻ കുട്ടി, രണ്ടുപേരും. ഇവർ രണ്ടുപേരെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ടുപേരെയും എനിക്ക് പ്രിയപ്പെട്ടവർ തന്നെയാണ്. കാരണം ഒരു വശത്ത് കഴിവിട്ടൊരു മകനുണ്ടെങ്കിൽ ആ മകനെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് കൂടെ ജീവിക്കുന്ന ഒരു പിതാവും കൂടിയാണ് ഇദ്ദേഹം. ഞങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടിട്ട് കുറേ കാലങ്ങളായി. കഴിവിട്ടവരെ തീർച്ചയായും അവരെ ഒരു മുഖ്യധാര യിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് കിൽട്ടൺസിനെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു വേദിയിലേക്ക് ഞങ്ങൾ മുംബൈയിൽ നിന്നും അവരെ ക്ഷണിച്ചു വരുത്തിയത്. അഫാനെ പറ്റി പറയുകയാണെങ്കിൽ അഫാൻ്റെ അച്ചീവ്മെൻറ്റ്സ് ഈ പ്രായത്തിൽ ഒരു കുട്ടി നേടുന്നതിൽ ആൾക്കാൾ വളരെയധികം അപ്പുറത്തേക്ക് നമ്മളൊക്കെ അത്ഭുതപ്പെടുത്തുന്ന ഒരു അച്ചീവ്മെൻറ്റ്സ് തന്നെയാണ്. ഈ റൂബിക്സ് ക്യൂബ് കൊണ്ടൊരു മായാജാലം തന്നെ ഈ ഒരു കൊച്ചുകുട്ടി സൃഷ്ടിച്ചിട്ടുണ്ട്. അഫാൻ ഈ വയസ്സിനിടയ്ക്ക് ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ അർഹനായിട്ടുള്ള കുട്ടിയാണ്. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ വന്നിട്ടുണ്ട്. ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, ടെറക്സ് സ്പീക്കർ, ജോഷ് സ്പീക്കർ, ഇങ്ങനെയൊക്കെയുള്ള പല മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള കുട്ടിയാണ്. അതോടൊപ്പം CBSEയുടെ പാഠപുസ്തകമാണ് നമ്മുടെ കയ്യിലുള്ളത്. ഈ പാഠപുസ്തകത്തിൽ CBSE പാഠപുസ്തകത്തിൽ ഇദ്ദേഹത്തിനെ ഒരു പഠിക്കാനുള്ള ഒരു സബ്ജക്റ്റ് ആക്കിയിട്ട് പാഠപുസ്തകം കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ ഒരു കുട്ടിയാണ് നമ്മോടൊപ്പം ഉള്ളത്. 1st മുതൽ 9th വരെ സ്റ്റാൻഡേർഡിൽ ഇതിനെ കുറിച്ചിട്ടുണ്ട് പല രീതിയിലായിട്ട്. കാരണം ഇത് പഠിക്കാനുള്ള സബ്ജക്റ്റ് ആക്കിയിട്ട് CBSE കൊടുക്കാനുള്ള കാരണം 13-ാമത്തെ വയസ്സിൽ മൊബൈൽ വല്ലാത്തൊരു അഡിക്ഷനായി കാഴ്ചശക്തിക്കൊക്കെ പ്രശ്നം വരികയൊക്കെ ചെയ്ത സമയത്ത് മൊബൈൽ അഡിക്ഷനിൽ നിന്ന് മാറ്റം വരാൻ വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് ഫാദറിനോട് ഈ റൂബിക്സ് ക്യൂബ് ചോദിക്കുന്നത്. അതിനുശേഷം ഇങ്ങോട്ടേക്ക് റൂബിക്സ് കൊണ്ടുള്ളൊരു യാത്ര തന്നെയായിരുന്നു. എന്തായാലും ഞാനും അധികം തെറിയിപ്പിക്കുന്നില്ല. ഈ വന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്ന അഫാൻ കുട്ടിയുടെ ആ മായാജാലത്തിലേക്ക്.
മിടുക്കനായിട്ടുള്ള അഫ്ഫാൻകുട്ടിയുടെ കണ്ണ് കെട്ടിയുള്ള ഈ ഒരു പ്രകടനം ശരിക്കും ഞെട്ടിച്ച് കളഞ്ഞു അല്ലേ. ഇങ്ങനെയുള്ള ഒത്തിരി പേരെ നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു കാര്യം കൂടിയാണ് കിൽട്ടൺസ് ഗ്രൂപ്പിന്റെ MD റിയാസ് കിൽട്ടൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായും കിൽട്ടൺസ് ബിസിനസ് സെറ്റപ്പ് കമ്പനി ചെയ്തുകൊണ്ടിരിക്കുന്നത് വിദേശ രാജ്യത്ത് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അതിനുള്ള എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും നമുക്ക് തരിക എന്നുള്ളൊരു കാര്യമാണ്. അതായത് ലീഗലി എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, അങ്ങനെയുള്ള എല്ലാ രീതിയിലുള്ള കൺസൾട്ടൻസിയും ഈ ഒരു ഗ്രൂപ്പ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ കമ്പനിയുടെ മുഖമുദ്ര തന്നെ ഓഫീസോ ഒരു സ്പോൺസറോ ഇല്ലാതെ ദുബായിൽ എങ്ങനെ ഒരു ബിസിനസ് ആരംഭിക്കാം എന്നതാണ്. നമ്മുടെ നാട്ടിൽ നിന്നുകൊണ്ട് പോലും നമുക്ക് ദുബായിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള സപ്പോർട്ടാണ് ഇന്ന് കിൽട്ടൺസ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മുടെ നാട്ടിൽ നിന്ന് ദുബായിലേക്ക് ചെന്ന് അവിടെ ഫ്ലൈറ്റ് ഇറങ്ങുന്ന സമയത്ത് നമ്മളൊരു ബിസിനസ് മാനായിട്ട് മാറുന്ന രീതിയിലുള്ള സപ്പോർട്ട്. ചുരുക്കി പറഞ്ഞാൽ നമ്മളൊരു ദുബായിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അതിനുള്ള എല്ലാ പേപ്പർ വർക്ക്സും കാര്യങ്ങളൊക്കെ കിൽട്ടൺസ് നമുക്ക് ചെയ്തു തരുന്നതായിരിക്കും. കിൽട്ടൺസ് ബിസിനസ് സെറ്റപ്പ് കമ്പനിയെ നിങ്ങൾ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വിളിക്കാം, അതല്ല വാട്സാപ്പ് ഉണ്ട്, വാട്സാപ്പ് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് ആവശ്യമുള്ള ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ചോദിക്കാം, നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അടുത്ത ദിവസം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങൾ മുന്നിലേക്ക് വരാം. ഓക്കെ, ബൈ.